റെക്കോർഡ് സഞ്ചാരികൾ വിരുന്നിനെത്തിയ സലാലയിൽ ഒരു ഖരീഫ് കാലം കൂടി അവസാനിക്കുന്നു. സെപ്റ്റംബർ 20-നാണ് സീസൺ അവസാനിക്കുന്നത് എങ്കിലും ഭൂരിഭാഗം വിനോദസഞ്ചാരികളും സലാല വിട്ടുകഴിഞ്ഞു. കണക്കനുസരിച്ച് 8,16,081 വിനോദസഞ്ചാരികളാണ് ആഗസ്റ്റ് പകുതി വരെ എത്തിയത്. 10.3% വർധനമാണിത്. പ്രതീക്ഷിച്ചതുപോലെ ഇക്കുറി 10 ലക്ഷം കവിയാനാണ് സാധ്യത. കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിലെ ഏറ്റവും നല്ല ഖരീഫ് സീസണാണ് കഴിഞ്ഞു പോയതെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രാവശ്യം മഴ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല നാട്ടിൽ പെയ്യുന്ന പോലത്തെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവില്ല, കണ്ടിന്യൂ ആയിട്ട് പെയ്യുന്നു. അധികം രാത്രിയായിരുന്നു മഴ ഉണ്ടായിരുന്നു. നല്ല ആൾക്കാരും കൂടുതൽ വന്നിട്ടുണ്ട്. മസ്കറ്റിലെ ആൾക്കാരാ തോന്നുന്നത് എനിക്ക് ഈ ഭാഗത്ത് അങ്ങനെ കൂടുതലായിട്ട് തോന്നിയത്. തുടർച്ചയായി പെയ്ത മഴയും തണുപ്പും കോടമഞ്ഞും സഞ്ചാരികൾക്ക് മനംമയക്കുന്ന അനുഭവമാണ് സമ്മാനിച്ചത്. എല്ലാ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകിയതും എല്ലാ ഭാഗവും പച്ചയണിഞ്ഞതും സഞ്ചാരികൾക്ക് നൽകിയത് മനോഹര കാഴ്ചകളായിരുന്നു. വന്നത് ഒരു 5 ദിവസത്തേക്കായിരുന്നു. പക്ഷേ ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ നമ്മൾ നാട്ടിൽ എങ്ങനെ പോയ അതുപോലെയുള്ള ഒരു ചുറ്റുപാടായതുകൊണ്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ 10 ദിവസമായി. ഇനി ഒരു 5 ദിവസം കൂടി നിൽക്കാനുള്ള ഒരു കുറച്ചും കൂടി കാണാനുണ്ട്. ഇവിടെ കണ്ടതിൽ ഒന്നിനൊന്ന് മെച്ചമാണ്. കണ്ടതിൽ ഏറ്റവും എനിക്ക് ഇത് ഉണ്ടായത് ജബൽ സമാൻ. അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ഇഷ്ടപ്പെട്ടത് സീക്ക്. ആ വഴി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നാട്ടിൽ പോലും അങ്ങനെ ഒരു സ്ഥലം കാണാനില്ല. വളരെ മനോഹരമാണ്. ഇവിടുന്ന് പോകാന് താല്പര്യമില്ല. ഇവിടെ നാട്ടിൽ ഉപ്പാന്റെ കായ്ക്കട എങ്ങനെയാണ് അതേ ഫീലിംഗ് ആണ് ഇവർക്ക് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ചുറ്റും നോക്കിയാൽ നമ്മൾ കാണുന്നില്ല, മൊത്തം അതേ ഫീലിംഗ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് ഇക്കുറിയും അധികവും എത്തിയത്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഏറെ ഉണ്ടായിരുന്നു. സലാല അടിപൊളി സ്ഥലമാണ്. നമ്മുടെ നാട്ടിലുള്ള അതേ ഒരു ചുറ്റുപാട് തന്നെ കാണാൻ പറ്റുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് സീക്കാണ്. നല്ല മലനിരകളും താഴ്വരകളും എല്ലാം അടിപൊളിയാണ്. വാദി ദർബാത്ത് നമ്മളെ ശേഷം നമ്മുടെ വയനാടെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാവില്ല. അഡ്വഞ്ചറും കാര്യങ്ങളും കയാക്കിങ്ങും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും ഒരു നല്ല ബെസ്റ്റ് പ്ലേസ് ആണ്. ജബൽ സമാൻ എന്ന് വെച്ചാൽ ഒന്നാമത് ആ ജബൽ സമാനിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ആ ഒരു വ്യൂ ഭയങ്കര ഒരു മനോഹരമായിരുന്നു. പിന്നെ അതിന്റെ ടോപ്പ് വ്യൂല് നമുക്ക് ആ മേഘങ്ങൾ ആ മലനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. അത് പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ വർഷം കഴിയുന്നതോറും സലാലന്റെ ബ്യൂട്ടി കൂടി വരാം. സന്ദർശകർക്ക് ആവശ്യത്തിന് കരിക്കിടക്ക് ലഭ്യമാകാതെ വന്നപ്പോൾ കയറ്റി അയക്കലിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്കും കെട്ടിടോടമകൾക്കും ഹോട്ടലുകൾക്കും തരക്കേടില്ലാത്ത ബിസിനസ്സാണ് ഇക്കുറി ലഭിച്ചത്. തരക്കേടില്ലാത്ത ബിസിനസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിരുന്നു. പിന്നെ മുമ്പത്തെ അപേക്ഷിച്ചിട്ട് പല വർഷം കുറവാണ്. ഇത്തീനിലെയും ഔക്കത്തിലെയും ആഘോഷ പരിപാടികൾ ആഗസ്റ്റ് 31-ന് അവസാനിച്ചു. സാദയിലെയും ഹാഫയിലെയും പരമ്പരാഗത കാഴ്ചകൾ സെപ്റ്റംബർ 20 വരെ ഉണ്ടാകും. മലയാളി പ്രവാസികളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു മനോഹര ഖരീഫ് കാലത്തിന് കൂടി സമാപനമാവുകയാണ്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം KA സലാഹുദ്ദീൻ, മീഡിയ 1 സലാല.